8 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ കഴിഞ്ഞ ദിവസം നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിധി വന്നിരിക്കുകയാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോടൊപ്പം ഇന്ന് നേഷൻ ഫസ്റ്റിൽ ചർച്ചയ്ക്ക് എത്തിയിരിക്കുന്നത് ഷാജഹാൻ സാറാണ്. നമസ്കാരം സാർ. കഴിഞ്ഞ ദിവസമായിരുന്നു ദിലീപ് കുറ്റവിമുക്തനാണ്, അല്ലെങ്കിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ എല്ലാവർക്കും ശിക്ഷയുണ്ടെന്നും അതിനുശേഷം 7 മുതൽ 10 വരെയുള്ള പ്രതികൾ കുറ്റവിമുക്തരാണ് എന്നുള്ളൊരു വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ നടിക്ക് നീതി നിഷേധിക്കുന്ന ഒരു, അല്ലെങ്കിൽ ഇരയ്ക്ക് നീതി നിഷേധിക്കുന്ന ഒരു കാര്യമായി പോയില്ലേ വിധി വന്നപ്പോ? ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത്. അതായത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വിധി ന്യായം പുറത്തേക്ക് വന്നിട്ടില്ല. അത് 12-ാം തീയതി വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വിധിന്യായത്തിലെ അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളത് സംബന്ധിച്ച് അതിനെ കുറിച്ചിട്ട് ഇപ്പൊ നമുക്ക് അറിയില്ല. നമ്മുടെ മുമ്പിലുള്ള തെളിവുകൾ എന്ന് പറയുന്നത് ഈ കേസിൽ 10 പ്രതികൾ ഉണ്ടായിരുന്നു. അതിൽ 6 വരെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ഈ കുറ്റകൃത്യം ചെയ്തവരും 7, 8, 9, 10 എന്ന് പറഞ്ഞ 4 പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കെടുത്തവരും എന്നുള്ളതായിരുന്നു പോലീസിന്റെ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് എന്ന് കണ്ടതിനെ തുടർന്ന് അവർക്കെതിരെ അവരെ ശിക്ഷിച്ചിരിക്കുന്നു. എന്നാൽ 7 മുതൽ 10 വരെയുള്ള 4 പ്രതികൾ അവരെ കുറ്റമുക്തനാക്കിയിരിക്കുന്നു. അല്ലാതെ ദിലീപ് എന്ന് പറയുന്ന നടനെ മാത്രമല്ല കുറ്റമുക്തനാക്കിയിരിക്കുന്നത്. ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞ 4 പേരെയും കുറ്റമുക്തനാക്കിയിരിക്കുന്നു. അപ്പൊ കോടതി പറഞ്ഞതായി ഞാൻ മനസ്സിലാക്കുന്നത് ഗൂഢാലോചന നടന്നു എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അത് വളരെ പ്രധാനമാണ്. അതായത് ഗൂഢാലോചന ഇല്ല എന്നല്ല കോടതി പറഞ്ഞിരിക്കുന്നത്, ഗൂഢാലോചന നടന്നതായി തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു പരാമർശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ ഗൂഢാലോചന നടന്നു, പക്ഷെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതാണ് നിയമത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മളിപ്പം എന്തെങ്കിലും ഒരു കുറ്റം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റം നടന്നു എന്ന് കോടതി കണ്ടെത്തിയാൽ പോലും ആ കുറ്റം നടന്നു എന്നുള്ളതിന് തെളിവില്ലെങ്കിൽ കുറ്റമുക്തനാക്കപ്പെടും. മനസ്സിലായോ? ഇപ്പൊ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മറ്റേ ഷൈൻ ടോം ചാക്കോ കൊക്കൈൻ ഉപയോഗിച്ചു സംബന്ധിച്ച് ഉള്ള കേസിൽ അയാളെ വെറുതെ വിട്ടു. അയാളെ വെറുതെ വിട്ടപ്പോഴത്തേക്കും അയാൾ കൊക്കൈൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വന്നു. പക്ഷെ അയാളെ അത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടില്ല. അയാൾ വെറുതെ വിട്ടുപോയി. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡൽഹിയിൽ എന്തോ ഒരു കോൺഗ്രസ്സുകാര് പ്രതികളായിട്ടുള്ള ഒരു കേസ്, ഒരു ഇരയെ കൊന്നൊരു കേസ് ഉണ്ടായിരുന്നു. ഒരു പ്രമാദമായ കേസ്. ആ കേസിൽ കോടതി പറഞ്ഞത് ഇത് കൊന്നത് ഇവരാണെന്നുള്ളത് കൃത്യമാണ്, പക്ഷെ അത് തെളിയിക്കാനുള്ള തെളിവ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗൂഢാലോചന നടന്നത് തെളിയിക്കപ്പെട്ടില്ല. ഗൂഢാലോചന നടന്നു തെളിയിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ആരാണ് കുറ്റക്കാരൻ? തെളിയിക്കാൻ സാധിക്കാതിരുന്നതുകൊണ്ട് അന്വേഷണ സംഘമാണ് തെറ്റുകാരെന്നാണ് പറഞ്ഞത്. അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കർണാടകത്തിൽ ഒരു വിധി വന്നു. ആ വിധി എന്ന് പറഞ്ഞത് പ്രജ്വൽ രേവണ്ണ എന്ന് പറയുന്ന ഹസനിൽ നിന്നുള്ള JDS-ന്റെ MP-യെ ഒരു സ്ത്രീപീഡന കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ആ കേസ് ഇപ്പൊ 2 ദിവസങ്ങൾക്ക് മുമ്പ് ആ വിധിന്യായം ഹൈക്കോടതി അംഗീകരിച്ചു. ആരാണ് പ്രജ്വൽ രേവണ്ണ? പ്രജ്വൽ രേവണ്ണ എന്ന് പറഞ്ഞാൽ രേവണ്ണ എന്ന് പറയുന്ന JDS-ന്റെ പതിറ്റാണ്ടുകളോളം കർണാടകത്തിൽ മന്ത്രിയായിരുന്ന രേവണ്ണയുടെ മകനാണ് പ്രജ്വൽ രേവണ്ണ. ആരാണ് രേവണ്ണ? ഈ 90കളുടെ തുടക്കത്തിൽ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിരുന്ന HD ദേവഗൌഡയുടെ മകനാണ് രേവണ്ണ. JDS എന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ ദീർഘകാല അധികാരത്തിലിരുന്ന കുമാരസ്വാമി എന്ന് പറഞ്ഞ ദേവഗൌഡയുടെ വേറൊരു മകന്റെ പാർട്ടിയാണ് JDS. ആ JDS-ന്റെ സിറ്റിംഗ് MP, ഹസൻ എന്നുള്ള സിറ്റിംഗ് MP ആയിരുന്നു പ്രജ്വൽ രേവണ്ണ. ആ പ്രജ്വൽ രേവണ്ണ ഒരു 12,000 സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ ലൈംഗിക ദൃശ്യങ്ങളൊക്കെ അയാളുടെ മൊബൈൽ ഫോണിൽ പകർത്തുകയും അത് പുറത്തേക്ക് വരികയൊക്കെ ചെയ്തായിരുന്നു കേസ്. ആ കേസിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റെർലിംഗ് എവിഡൻസ് എന്ന് പറയുന്നത് ഇയാളുടെ ഫാം ഹൗസിലുള്ള ഒരു ശുചീകരണ തൊഴിലാളിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്ത് അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ വിരാജിച്ചിരുന്ന ഒരു നേതാവ്, മറുവശത്ത് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ഒരു ശുചീകരണ തൊഴിലാളി.
പക്ഷെ അവരാണ് സ്റ്റെർലിംഗ് എവിഡൻസ് എന്ന് കണ്ടിട്ടാണ് കർണാടകത്തിലെ വിചാരണ കോടതി പ്രജ്വൽ രേവണ്ണയെ പിന്നെ ജീവപര്യന്തം തടവിൽ ശിക്ഷിക്കുകയും ഇപ്പോൾ ഹൈക്കോടതി അത് പിന്നെ ശരിവെക്കുകയും ചെയ്തു. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ നിസ്തുലമായിട്ടുള്ള അന്വേഷണം അവിടുത്തെ ഗവൺമെന്റ്, കോൺഗ്രസ് ഗവൺമെന്റ് പോലീസിനെ കൊണ്ട് നടത്തിച്ചു. എന്നിട്ട് 1ാം നമ്പർ പ്രോസിക്യൂട്ടറെ വെച്ച് ആ കേസ് കോടതിയിൽ വാദിപ്പിച്ചു, ശിക്ഷ കിട്ടി. ഇനി കേരളത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കൂ, UDF ഭരിക്കുന്ന കാലത്ത് വന്ന് TP ചന്ദ്രശേഖരൻ വധം. ഇവിടെ ഇപ്പൊ ദിലീപ് എന്ന് പറഞ്ഞൊരു നടനാണെങ്കിൽ അവിടെ CPM എന്ന് പറഞ്ഞ തൂണിലും തിരുമ്പലുള്ള പാർട്ടിയായിരുന്നു പ്രതിസ്ഥാനത്ത്. ആ കേസ് അട്ടിമറിക്കാൻ എന്തുമാത്രം ശ്രമം നടത്തി CPM-കാര്. പക്ഷെ ഏറ്റവും കാര്യക്ഷമതയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ആ കേസ് അന്വേഷിപ്പിച്ചു. ഇന്നിപ്പോ CPM-ൽ പോയെങ്കിലും അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ വക്കീലായിരുന്ന CK ശ്രീധരനെ കൊണ്ട് ബാധിപ്പിച്ചു, കൂടാലൊരു കേസിൽ ശിക്ഷിപ്പിച്ചു. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കുറ്റം തെളിയിക്കുക എന്നുള്ളതായിരുന്നില്ല ഗവൺമെന്റിന്റെ ലക്ഷ്യം. ഇവിടെ ഈ ഒരു പ്രധാനപ്പെട്ട നടനെ അറസ്റ്റ് ചെയ്ത് അതിനകത്ത് പൊളിറ്റിക്കൽ മൈലേജ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു പിണറായി സർക്കാരിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി ദിലീപിനെതിരെ ഗൂഢാലോചനയ്ക്ക് തെളിവ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ തെളിവുകൾ സമാഹരിക്കാതെ അയാളെ പൊളിറ്റിക്കൽ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തെളിവില്ലാതെ അയാളെ അറസ്റ്റ് ചെയ്തു. അയാളെ 85 ദിവസം ജയിലിലിട്ടു. ജയിലിലിട്ടിട്ട് തെളിവുകൾ സൃഷ്ടിച്ചു. അതാണ് പിന്നീട് പൾസർ കത്ത്, കാര്യങ്ങള്, സാധനങ്ങള്, ബാലേന്ദ്രകുമാറിന്റെ മൊഴി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളെല്ലാം പോലീസ് തെളിവുകൾ നിർമ്മിച്ചെടുത്തു. ആ നിർമ്മിച്ചെടുത്ത തെളിവുകൾ മുഴുവൻ കോടതിയിൽ ചീട്ടുകൊട്ടാരം പോലെ വീണു. അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അല്ല, അപ്പോ ഒരു പക്ഷേ ഈ ഒരു തെളിവുകൾ ഇപ്പൊ ദിലീപ് അല്ല തെറ്റുകാരൻ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന തെളിവുകളിൽ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ, ഇപ്പൊ മറ്റൊരു വ്യക്തി, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗിന്റെ ഒരു ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദിലീപ് അല്ല തെറ്റുകാരൻ, മറ്റാരോ ആണ് എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരുടെയും മനസ്സിൽ വരുന്ന ഒരു സംശയമാണ്, ദിലീപ് അല്ലെങ്കിൽ പിന്നെ ആര് എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. അതിനെ ഞാൻ അതിനകത്തേക്കൊന്നും പോകുന്നില്ല. ഞാൻ ഈ കുളത്തൂർ ജയ്സിംഗ് പറഞ്ഞത് അതൊന്നും ഞാൻ മുഖവിളിക്കെടുക്കാൻ ഞാൻ തയ്യാറുമല്ല. ഇതിനകത്ത് തെളിവുകൾ ശേഖരിക്കപ്പെടാതെ പോയി. അത് തെളിവുകൾ ശേഖരിക്കാതിരുന്ന മനഃപൂർവ്വമായിരുന്നു. പിന്നെ നമ്മൾ ഈ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, ഈ സ്ത്രീപീഡന കേസുകളൊക്കെ ഉണ്ടോ, സ്ത്രീപീഡന കേസുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെയൊക്കെ നടത്തിപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ചും സ്ത്രീപീഡന കേസിൽ പ്രതിയായി വരുന്നവർ ശരിയായിട്ടായാലും തെറ്റായിട്ടായാലും സമൂഹത്തിൽ വലിയ സ്വാധീനമുള്ളതും വലിയ പണക്കാരുമായിട്ടുള്ള ആളുകളാണെങ്കിൽ ആ കേസിന്റെ നടത്തിപ്പ് വളരെ നിർണായകമാണ്. കാരണം ഒരു വശത്ത് സ്വാധീനമുള്ള പ്രതികൾ വരുമ്പോൾ അവര് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് അവര് വക്കീലന്മാരെ കൊണ്ടുവരും. ഈ കേസിൽ തന്നെ നിങ്ങൾ നോക്കൂ, ഈ കേസിൽ തന്നെ ദിലീപിന്റെ വക്കീൽ എന്ന് പറഞ്ഞാൽ മുകുൾ റോത്തഗിയുടെ മകളുമായിരുന്നു. ഇന്ത്യയിൽ ഒരു സിറ്റിങ്ങിന് 25-30 ലക്ഷം രൂപ കൊടുക്കുന്ന മേടിക്കുന്ന വക്കീലാണ് മുകുൾ റോത്തഗിയും അയാളുടെ മകളും. മറുവശത്ത് അതിജീവിത അഭിഭാഷകയെ കൊണ്ടുവന്ന ആരെയാണ്? ഒരു TB മിനി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തിരുവനന്തപുരം ഹൈക്കോടതിയിൽ അല്ല എറണാകുളം ഹൈക്കോടതിയിൽ വാദിക്കുന്ന ഒരു സാധാരണ വക്കീലായിട്ടുള്ള TB മിനിയാണ് ഇപ്പുറത്ത് വരുന്നത്. അവർക്കൊന്നും പിടിച്ചേക്കാനുള്ള എക്സ്പോഷർ ഇല്ല, കഴിവില്ല. അവർക്ക് ആ നിയമം പഠിക്കാൻ അത്രയില്ല. കാരണം വെച്ചാൽ അവര് തിരുവനന്തപുരത്ത് എറണാകുളത്ത് ഹൈക്കോടതിയിൽ മാത്രം ചില കേസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീയാണ് അവര്. മനസ്സിലായില്ലേ? അവരോട് കഴിഞ്ഞ ദിവസം എന്താണ് തെളിവെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവര് പറയുന്ന മറുപടി ഞാൻ കണ്ടെന്താണെന്നറിയാം, അത് നിങ്ങൾ ദിലീപിനെ മുഖത്തോട്ട് നോക്കി അറിയാമെന്ന്. അയാൾക്ക് കുറ്റബോധം അയാളുടെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. അപ്പൊ ഒരു വശത്ത് TB മിനിയും ഒരു വശത്ത് മുകുൾ റോത്തഗിയും. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനകത്തേക്കുള്ള നടത്തിപ്പിലെ പരിമിതികളും നമ്മൾ പ്രധാനമായിട്ട് കാണണം. കാരണം വെച്ചാൽ ഞാൻ VS അച്യുതാനന്ദനോട് ജോലി ചെയ്യുമ്പോൾ നിയമപ്രശ്നങ്ങൾ, കേസുകൾ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. ഓൺലൈൻ ലോട്ടറിയായി ബന്ധപ്പെട്ട് കേസ് വരുമ്പോഴത്തേക്കും വക്കീലന്മാർ ഞാൻ എന്റെ ഇവിടെ മേൽനോട്ടത്തിലിരുന്ന് പിന്നെ സത്യവാങ്മൂലം എല്ലാം തയ്യാറാക്കിയിട്ട് VS-ന് എടുത്ത് ചെല്ലും. VS ചോദിക്കുക ഏത് വക്കീലെ വേണം. അപ്പം അവരൊരു വക്കീലിനെ പറയും, ആ വക്കീലിന് VS ഏർപ്പാടാക്കി ഞാൻ കൊടുക്കും. അത് സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വക്കീലന്മാരിൽ ഒരാളായിരിക്കും. അപ്പം ആ നടത്തിപ്പിലും ഒക്കെ തന്നെ ഒരുപാട് പരിമിതികൾ ഇതിനകത്ത്, വീഴ്ചകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞ ആളെന്തോ ഒരു അജയകുമാർ എന്നാ കേട്ടത്. TV ചാനലിൽ വന്ന് ദിലീപിനെതിരായിട്ട് വർത്തമാനം പറയാനുള്ള കഴിവിനപ്പുറത്ത് ഒരു കഴിവ് അയാൾക്കുണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് ഇതിനകത്ത് പബ്ലിക് റിലേഷൻസ് അല്ല, ഇതിനകത്ത് ശരിയാണ് തെളിയിക്കാൻ ആയിരുന്നു താല്പര്യമെങ്കിൽ
ഏറ്റവും ഒന്നാം നമ്പർ ഒരു പ്രോസിക്യൂട്ടറെ ഗവൺമെന്റ് വെച്ചു കൊടുക്കണമായിരുന്നു. 2, അതിജീവതയ്ക്കും ഇപ്പം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പിന്നെ ടി പിയുടെ ഭാര്യ കെ കരമ്മ പറഞ്ഞനുസരിച്ചിട്ട് കുമാരൻകുട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെച്ചു കൊടുത്തത്. ആ കേസ് വിജയിപ്പിക്കുന്നതിൽ അയാൾ വലിയ പങ്കാണ് അയാൾ വഹിച്ചിട്ടുള്ളത്. മനസ്സിലായി. അപ്പം ഇപ്പൊ ഉള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈകാരികമായി ഈ നമ്മുടെ സമൂഹത്തിൽ ഒരു വലിയൊരു ക്ലിഷേ വിഷയം ഇപ്പൊ ഉയർന്നു വന്നിട്ടുള്ളത് എന്താണെന്നറിയോ? ഒരു സ്ത്രീ പീഡന കേസ് ഉയർന്നു വന്നാൽ ആ സ്ത്രീ പീഡന കേസ് ശരിയായാലും തെറ്റായാലും സ്ത്രീക്ക് വേണ്ടി നിൽക്കണം. സ്ത്രീക്ക് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ പുരോഗമനവാദി, സ്ത്രീക്കെതിരായി നിന്ന് കഴിഞ്ഞാൽ അവൻ പുരുഷാധിപത്യവും അവൻ സ്ത്രീ പീഡകൻ. ഇതാണ് ഈ മാധ്യമങ്ങളുടെയും പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങളുടെയും ഒക്കെ ഒരവസ്ഥ. സ്ത്രീ കൊണ്ടുവരുന്നത് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള പരാതി ആയിക്കൂടെ? കാരണം ഞാനിത് പറയുന്നത്, ഞാൻ കഴിഞ്ഞ 10-25 വർഷക്കാലം ഏറ്റവും കൂടുതൽ സ്ത്രീപീഡന കേസിൽ സ്ത്രീപീഡനത്തിന് ഇരയായിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ, PS അച്യുതാനന്ദനോടുള്ളപ്പോൾ അതിനുശേഷവും. പക്ഷേ ഒരു സ്ത്രീപീഡന കേസ് ഉയർന്നു വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീപീഡന കേസിലെ ആരോപണങ്ങൾ ശരിയല്ലെങ്കിൽ പോലും സ്ത്രീകളുടെ കൂടെ നിന്നാൽ മാത്രമേ പുരോഗമനമാവുള്ളൂ എന്നുള്ള വാദമൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷെ പുരുഷന്മാർ ഈ ഒരു ഇത്തരത്തിലൊരു സ്ത്രീ പീഡന വിഷയം ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പുരുഷന്മാരുടെ കൂടെ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അത് പിന്നീട് സമൂഹം ക്രൂശിക്കുന്ന നിലയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും ഒടുവിലായി നമുക്കറിയാം രാഹുൽ ഈശ്വറിന്റെ അവസ്ഥയാണെങ്കിൽ പോലും നമ്മൾ കണ്ടതാണ്. എന്താണ് എനിക്ക് മനസ്സിലായില്ല. അതായത് ഈ സ്ത്രീ പുരുഷൻ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ ഞാൻ ആളല്ല. സ്ത്രീകൾക്കകത്തും നീതിയുണ്ട്, അനീതിയുണ്ട്. പുരുഷന്മാരെടുക്കുന്ന പൊസിഷനിലും നീതിയുണ്ട്, അനീതിയുണ്ട്. സ്ത്രീ പീഡന ആരോപണമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് വിപ്ലവം പുരോഗമനമാണെങ്കിൽ സ്ത്രീയോടൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ അത് സ്ത്രീ വിരുദ്ധം. ആ നിലപാടിനോട് ഞാൻ യോജിക്കില്ല. സ്ത്രീകള് കൊണ്ടുവരുന്ന ആരോപണമായാലും പുരുഷന്മാർ കൊണ്ടുവരുന്ന ആരോപണമായാലും അതിനകത്ത് വസ്തുതകൾ ഉണ്ടാവണം. അല്ലാതെ ഇപ്പൊ മെൻസ് കമ്മീഷൻ എന്നും പറഞ്ഞിട്ട് ഒരുത്തൻ ഇറങ്ങിയിരിക്കും, അതൊന്നും ഒരു കാരണവശാലും അതിനകത്ത് യോജിക്കാൻ പറ്റത്തില്ല. കാരണം പുരുഷന്മാർ കൊണ്ടിരുന്നതിലും ശരിയുണ്ട്, പുരുഷന്മാർ കൊണ്ടിരുന്നതിലും തെറ്റുണ്ട്. സ്ത്രീകൾ കൊണ്ടിരുന്നതിൽ ശരിയുണ്ട്, സ്ത്രീകൾ കൊണ്ടിരുന്നതിൽ തെറ്റുണ്ട്. ഈ വിഷയത്തിൽ അതിജീവത കൊണ്ടുവന്ന വാദം പൂർണ്ണമായും ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ അതിജീവത കൊണ്ടിരുന്ന കാര്യങ്ങൾ കോടതിയിൽ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ഗതികേടുകൾ വരും. അപ്പൊ അതിജീവത കൊണ്ടുവന്ന വിഷയത്തിൽ അതിജീവതയുടെ വാദം ശരിയായി തെളിയിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ അതിനുള്ള സന്നാഹങ്ങളും അതിനുള്ള നിയമബോധവും അതിന് വാദിക്കാനുള്ള വക്കീലന്മാരും ഇതൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങണം. ഇറങ്ങിയില്ലേ പറ്റുന്ന കുഴപ്പമാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദിലീപിന് വേണ്ടി മുകുൾ റോത്തകിയും അതിജീവതയ്ക്ക് വേണ്ടി TB മിനിയും വന്നു എന്ന് പറഞ്ഞാൽ തീർന്നത്. അതിജീവതയ്ക്ക് വേണ്ടി ദിലീപിന് വേണ്ടി മുകുൾ റോത്തക്ക് വരുമെങ്കിൽ അതിജീവതയും സുപ്രീം കോടതിയിൽ നിന്ന് വല്ല പ്രശാന്ത് ഭൂഷണെയോ അല്ലെങ്കിൽ കപിൽ സിബലിനെയോ അല്ലെങ്കിൽ ദുഷ്യന്ത് ദവയോ ഇറങ്ങണം. അതിജീവിത പൈസ ഇല്ലാത്ത ആളല്ലല്ലോ, അവർക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള സ്ത്രീയല്ലേ. അപ്പം തനിക്കെതിരായിട്ടുള്ള പീഡനം നടന്നു എന്ന് ആ വനിത വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൽ ശരി ജയിക്കണം എന്ന് ആ വനിതയ്ക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ ബോധ്യം കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഒരു വനിതാ വക്കീൽ വന്നിട്ട് പറയുന്നത് കേട്ടോ, അത് ജഡ്ജി മാറണമായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചായിരുന്നു. ഈ ബോധം കൊണ്ടൊന്നും നിയമവ്യവസ്ഥയുടെ മുമ്പിൽ ജയിക്കാൻ പറ്റില്ല. ഇപ്പൊ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. ഓൺലൈൻ ലോട്ടറി വിഷയം VS അച്യുതാനന്ദൻ എടുത്തു. വളരെ വൈകാരികമായിട്ട് VS അച്യുതാനന്ദൻ അത് കൊണ്ടുകിടന്നുകൊണ്ട് ഓൺലൈൻ ലോട്ടറി നിരോധിക്കപ്പെടില്ല. ഓൺലൈൻ ലോട്ടറി നിരോധിക്കാൻ വേണ്ടിയിട്ട് VS അച്യുതാനന്ദൻ എന്ത് ചെയ്തു? വൈകാരികമായി എടുത്ത സമീപനത്തോടൊപ്പം തന്നെ ആ കേസ് പഠിച്ച് അതിനകത്തെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് വാദിക്കേണ്ട വക്കീലന്മാരെ കണ്ടുപിടിച്ച് അവരെ കൊണ്ട് വാദിപ്പിച്ചതിനെ തുറന്നിട്ടാണ് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വാദിച്ച കേസിന്റെ അടിസ്ഥാനത്തിൽ ആ കേസിൽ സുപ്രീം കോടതിയിൽ VS അച്യുതാനന്ദൻ ജയിച്ചത്. അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ സമരം ചെയ്തു. ബാലകൃഷ്ണപിള്ള അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടല്ല ചെയ്തത്, നിയമ പോരാട്ടം നടത്തി, വക്കീലന്മാരെ കണ്ടുപിടിച്ചു, വാദിച്ചു. 20 വർഷം കഴിഞ്ഞപ്പം അയാളെ ജയിലിലാക്കി. അപ്പൊ നമ്മള് ഒരു സ്ത്രീപീഡന വിഷയം വന്നു കഴിഞ്ഞാൽ അതിനെ വൈകാരികമായിട്ട് വർത്താനം പറഞ്ഞ് TVയുടെ റേറ്റിംഗ് കൂട്ടാൻ നടന്നുകൊണ്ട് പ്രതി ശിക്ഷിക്കപ്പെടില്ല. പ്രതി ശിക്ഷിക്കപ്പെടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പൂസാകാൻ കള്ളുവേറെ കുടിക്കണമെന്ന് പറഞ്ഞതുപോലെ പ്രതി ശിക്ഷിക്കപ്പെടണമെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത് നമ്മുടെ നിയമവ്യവസ്ഥയിലൊക്കെ പണക്കാരനെ സ്വാധീനിക്കാനുള്ള ഒരുപാട് പഴുതുകളുള്ളതാണ് നമ്മുടെ നിയമവ്യവസ്ഥ.
ആ നിയമവ്യവസ്ഥയിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ അതിന് ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തണം. ആ മുന്നൊരുക്കങ്ങളൊന്നും നടത്താതെ പിന്നെ കേസ് കൊണ്ടൊന്ന് തോറ്റു കഴിഞ്ഞിട്ട് അതിന്റെ വിധി പോലും വരുന്നതിന് മുമ്പ് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജിയെ ചീത്ത വിളിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ട്? അല്ല, അപ്പൊ ഇനിയിപ്പോ ഈ കേസുമായി മുന്നോട്ട് പോകാനും അതുപോലെ തന്നെ ഈ പറയുന്ന അതിജീവിതയുടെ പ്രോസിക്യൂഷന്റെ തീരുമാനം എന്ന് പറയുന്നത് കേസുമായി മുന്നോട്ട് പോകാനും ഇവിടെ കിട്ടാത്ത നീതി ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയി നീതി നേടിയെടുക്കും എന്നുള്ളൊരു വാശിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പക്ഷെ എത്രത്തോളം പ്രാവർത്തികമാണ് എന്നൊരു സംശയമല്ലേ നിലനിൽക്കുന്നത്? ഇല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് ഒന്നാം പ്രതി ഗവൺമെന്റ് ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് പ്രോസിക്യൂഷനും പോലീസിനും ഉണ്ടായിട്ടുള്ള പരാജയം അത് അംഗീകരിക്കപ്പെടണം. ഇപ്പൊ പറഞ്ഞു കേട്ടാൽ തോന്നുന്ന സർക്കാർ എന്താണ്, ഞങ്ങളങ്ങ് അവസാനം വരെ ഞങ്ങളങ്ങ് ഫൈറ്റ് ചെയ്ത് ഞങ്ങൾ തോറ്റുപോയി, ഞങ്ങൾ ഹൈക്കോടതി. സർക്കാരാണ് ഇതിന്റെ തോൽവിയുടെ ഏറ്റവും വലിയ പ്രധാന പ്രതി. സർക്കാർ നല്ലപോലെ വാദിച്ചിരുന്നെങ്കിൽ ഈ കേസ് തോക്കില്ല. മനസ്സിലായോ? പിന്നെ ഈ കേസിൽ പിന്നെ നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കില്ലെന്നും നമുക്കിപ്പോ അറിയത്തില്ല. മേൽക്കോടതിയിൽ നിലനിൽക്കില്ലെന്നും നമുക്കറിയത്തില്ല. കാരണം നമ്മൾ വിധിന്യായം കണ്ടിട്ടില്ല. വിധിന്യായത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷമേ നമുക്ക് മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ ജയവും തോൽവിയെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ വിചാരണ കോടതിയിൽ മേൽക്കോടതിയിലേക്ക് പോകുമ്പോൾ നടക്കേണ്ട മുന്നൊരുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ വിചാരണ കോടതിയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കണം. പക്ഷെ ഇത് മുകളിൽ പോയാലും നിലനിൽക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്താണ്, ഇതിനകത്ത് പിന്നെ ശേഖരിക്കേണ്ട തെളിവുകളൊന്നും ശേഖരിക്കാതെ പ്രതിയെ കൊണ്ടൊന്ന് അറസ്റ്റ് ചെയ്തിട്ട് പ്രതിയെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് തെളിവുകൾ നിർമ്മിച്ചിരിക്കുകയാണ് എന്നാണ് പിന്നെ ഈ വിധിന്യായത്തിൽ വരുന്നതെങ്കിൽ അത് മുകളിൽ പോയാലും ഗുണമുണ്ടാവണമെന്നില്ല. നമ്മളൊരു കുറ്റം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റം നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമികമായിട്ടുള്ള തെളിവ് ശേഖരണമാണ് ആ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അത് ഈ കേസിൽ നടന്നിട്ടില്ല. ഇപ്പൊ തന്നെ വരുന്ന എന്താന്ന് പറഞ്ഞാൽ ഈ പൾസർ സുനി എന്ന് പറഞ്ഞാൽ സ്ഥിരം പണിയാണ് ഈ കാറിൽ ഇതുപോലെ കൊണ്ടുപോയി പീഡിപ്പിക്കുക എന്നുള്ളത്. കാറിൽ അവനെതിരെ ഇതിനു മുമ്പും കേസുണ്ട്, ഇത്തരം കേസ്. മനസ്സിലായി? അപ്പം നിയമത്തിന്റെ മുന്നിൽ വരുമ്പോഴത്തേക്കുണ്ടല്ലോ അത് നമുക്ക് വൈകാരികമായിട്ട് ഒരു സ്ത്രീ എന്ന് പറയുന്നത് നമുക്ക് വൈകാരികമായിട്ട് മറ്റേ എന്താണ് പൾസർ സുനിയുടെ കത്തില്ലേ, പൾസർ സുനി പറഞ്ഞില്ലേ, പൾസർ സുനി എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞാനും കൂടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. ഞാൻ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുകൾ ഉണ്ടാവണം. ഇപ്പൊ ഈ കേസിൽ തന്നെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളൊന്ന് ആലോചിച്ചു, TB മിനി. ഞാൻ പറഞ്ഞില്ല, അവരെന്റെ സുഹൃത്താണ്. പക്ഷെ അവരുടെ ഒരു പിന്നെ പ്രവർത്തന വലയം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം എറണാകുളം ഹൈക്കോടതി മാത്രമാണ്. അതിനപ്പുറത്ത് അവർക്ക് ഇല്ല. അപ്പൊ അവര് ഈ അതിജീവതയുടെ അഭിഭാഷക ആയത് തന്നെ പൂർണ്ണമായി തെറ്റായി പോയി എന്നാ ഞാൻ പറയും. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ എന്നോട് അതിജീവിതയുടെ അഭിഭാഷകൻ പറഞ്ഞാൽ ഞാനാവില്ല. ഞാൻ പറയും ഒരിക്കലും ആവാൻ പറ്റില്ല, എനിക്ക് അതിനുള്ള എക്സ്പോഷർ ഇല്ല. പക്ഷെ അതിജീവിതയ്ക്ക് ആരാണോ വക്കീലാവേണ്ടത് ആ വക്കീലിനെ ഞാൻ കാണിച്ചു കൊടുക്കും. അങ്ങനെ പ്രശാന്ത് ഭൂഷൺ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ അതിജീവിതയ്ക്ക് വേണ്ടി TB മിനിയുടെ സ്ഥാനത്ത് പ്രശാന്ത് ഭൂഷണോ അല്ലെ ദുഷ്യന്ത് ദവയായിരുന്നു ആലോചിച്ച് നോക്ക്. ഈ അവസ്ഥ വരുമോ? ഒരിക്കലും വരില്ല. കാരണം ജഡ്ജിയുടെ മുന്നിൽ ചെല്ലുന്നത് ഒരു വശത്ത് ബിമിനിയും ഒരു വശത്ത് ദുഷ്യന്ത് പറഞ്ഞ ചിത്രം മാറിയില്ലേ? ഇപ്പം പിന്നെ സോളാർ കേസില് ഉമ്മൻചാണ്ടി പിന്നെ എന്തോ ലൈംഗിക ഇത് നടത്തി എന്ന് പറഞ്ഞിട്ട് മറ്റേ കമ്മീഷൻ എഴുതി വെച്ചല്ലോ. ആ കേസിൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി വാദിക്കാൻ വന്ന കപിൽ സിബല. ആ കേസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈക്കോടതി ആ പരാമർശങ്ങളൊക്കെ എടുത്ത് ദൂരെ ചവിട്ടോട്ടെ കളഞ്ഞു. അപ്പൊ ഇതിനകത്തൊക്കെ ഒരുപാട് അത്തരത്തിലുള്ള കാര്യങ്ങളും സാധനങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നുന്നതാണ് ഈ അതിജീവിതം എന്തുകൊണ്ട് ഈ TB മിനിയായിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവും. അവര് പീഡനം നടത്തുന്നവർക്ക് ബോധ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് വാദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വക്കീൽ അവർ കൊണ്ടുവരണ്ടേ? അവർ സിനിമ നടിയില്ലേ, ലക്ഷക്കണക്കിന് രൂപ അവർക്ക് മുടക്കാനില്ലേ? ഇതുപോലെ ഉള്ള ഒരുപാട് വീഴ്ചകളുണ്ട്. അല്ല, ഈ വീഴ്ചകൾ അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയതാകാൻ സാധ്യതയുണ്ടോ? അതായത് ഇപ്പോ സാർ പറഞ്ഞതുപോലെ തന്നെ TB മിനിക്ക് പകരം നല്ലൊരു അഡ്വക്കേറ്റിനെ വെക്കാനുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു അഡ്വക്കേറ്റിനെ വെക്കാനുള്ള ആ ഒരു സാധ്യത അവരുടെ മുൻപിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവരത് ചെയ്തില്ല എന്നുള്ളത് വലിയൊരു ചോദ്യമല്ലേ? എനിക്കറിയില്ല. എനിക്കത് വളരെ ദുരൂഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് കോമൺ സെൻസിക്കലല്ലേ? ഇപ്പം മിനിയുടെ വാദത്തിന് കിട്ടുന്ന ഒരു അംഗീകാരവും ദുഷ്യന്ത് ദവയുടെ വാദത്തിന് കിട്ടുന്ന അംഗീകാരവും രണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല.
പക്ഷെ ഇറ്റ് സോ ഹാപ്പൻഡ് ഇപ്പൊ അതിന്റെ എന്താണ് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് വിലയുള്ള ആളാണ്. അയാൾ ഇവിടെ തിരുവനന്തപുരം മഞ്ചൂർ കോടതിയിൽ കേസ് വാദിച്ചു നടക്കുന്ന ഒരാളാണ്. അയാളാണോ ഇതിനകത്ത് വരേണ്ടത്? മനസ്സിലായോ? കാരണം വെച്ചാൽ നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റത്തിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ പണക്കാരൻ അനുകൂലമായിട്ട് ഒരുപാട് സാധനങ്ങൾ. ഇന്നിപ്പം സുരേഷൻ എന്ന് പറഞ്ഞ് നേരത്തെ രാജിവെച്ച് പോയിട്ടുള്ള പിന്നെ പ്രോസിക്യൂട്ടർ ലൈവ് ലോ എന്ന് പറഞ്ഞൊരു സാധനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റത്തിന്റെ പരിമിതികൾ കൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പം നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം തന്നെ പണക്കാരൻ അനുകൂലമാണ്. അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഇതുപോലെ പ്രമാദമായ ഒരു കേസ് വരുമ്പോൾ ആ കേസിൽ ഇര പണം മുടക്കാൻ കയ്യിലുള്ള ആളായ സാഹചര്യത്തിൽ അവര് ഇത് ചെയ്യേണ്ടതല്ലായിരുന്നോ? നമ്മുടെ മുമ്പിൽ പ്രജ്വൽ രേവണ്ണയുടെയും ടി.പി. ചന്ദ്രശേഖരന്റെ എല്ലാം കേസ് കിടക്കുകയല്ലേ. ഇപ്പൊ കുമാരൻകുട്ടി വലിയ വക്കീലൊന്നും ആയിരുന്നല്ലോ, പക്ഷെ കുമാരൻകുട്ടിക്ക് ഇതിന്റെ ആദ്യാവസാനം ഇത് അറിയാമായിരുന്നു. അയാളായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. CPM-കാർ എന്തൊക്കെ ചെയ്തു ആ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്? ആ കേസിൽ ഗൂഢാലോചന കേസിൽ 4 പ്രതികൾ അകത്ത് കിടന്നില്ല, 2 അകത്ത് കിടന്നില്ലേ ചത്തുപോയത്. അപ്പൊ അതുകൊണ്ട് ഇത് അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഗൂഢാലോചന നടന്നു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഗൂഢാലോചനയുടെ കാര്യം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ ജഡ്ജ്മെന്റ് ഉണ്ട് 400 പേര്, അത് മുഴുവൻ വായിച്ചിട്ടുള്ള. അതിനകത്ത് ജഡ്ജി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ഗൂഢാലോചന നടത്തിയവർക്ക് ആർക്കും ടി.പി. ചന്ദ്രശേഖരനെ അറിയില്ല. അല്ല, കൊന്നവർക്കാർക്കും ടി.പി. ചന്ദ്രശേഖരനെ അറിയില്ല. സ്വാഭാവികമായും കൊന്നവർക്ക് ടി.പി. ചന്ദ്രശേഖരനെ അറിയില്ലെങ്കിൽ ഒരു ഗൂഢാലോചന നടക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ കേസിലും കൊന്നവരില് പൾസർ സുനിക്ക് മാത്രമാണ് പിന്നെ ഇവനായിട്ട് ഇത്തിരി പരിചയം ഉണ്ടായിരുന്നത്. ബാക്കി ആർക്കും ദിലീപായിട്ട് പരിചയമില്ല. അപ്പൊ ദിലീപായിട്ട് പരിചയമില്ലാത്തവര് ഇത് ചെയ്തു എന്ന് പറയുമ്പോ അതെങ്ങനെ ശരിയാവും? കാരണം ഒരു ഗൂഢാലോചന വേണ്ടേ? അതെ, തീർച്ചയായിട്ടും. അതുപോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുക. ഇവിടെയും ജഡ്ജി പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഗൂഢാലോചന നടന്നതായി തെളിവില്ല. ഇതാണ് ജഡ്ജി പറഞ്ഞിട്ടുള്ളത്. Which means conspiracy has taken place, but there is no evidence. ആ എവിഡൻസ് കൊണ്ടുവരാതിരുന്നത് ആരാണ്? പോലീസാണ്. പ്രോസിക്യൂഷനും അന്വേഷണ സംഘവും. ഞാൻ പറഞ്ഞ അതിജീവതയുടേതിനേക്കാൾ പ്രധാനം. അതിജീവതയ്ക്ക് വേണമെങ്കിൽ പ്രോസിക്യൂട്ടറെ വെക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ അതിജീവതയാണ് പ്രോസിക്യൂഷൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ തെളിവ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ 1-ാം പ്രതി പിന്നെ പ്രോസിക്യൂഷനാണ്. അതിജീവത പ്രോസിക്യൂട്ടറെ വെക്കുന്നത് പ്രോസിക്യൂഷന് സംശയം വരുമ്പോഴാണ്. അപ്പം തെളിവ് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ 1-ാം പ്രതി പിണറായി വിജയനാണ്. പിണറായി വിജയന്റെ പോലീസും പിണറായി വിജയന്റെ പ്രോസിക്യൂഷനുമാണ് ഇത് കൊണ്ടുവരാൻ കഴിയാതിരുന്നത്. അപ്പം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു സ്ത്രീപീഡന കേസ് വരുമ്പോൾ ആ കേസ് തെളിയിക്കാനല്ല താല്പര്യം. ആ കേസിൽ ഞങ്ങളൊരു പ്രമുഖ നടനെ അറസ്റ്റ് ചെയ്തു, 85 ദിവസം ജയിലിലിട്ടു, ഞങ്ങൾ സ്ത്രീ സുരക്ഷയിൽ, അതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് അവരാണ് ഈ കേസ് തോൽപ്പിച്ചത് അവരാണ്. കേസ് തോൽപ്പിച്ചത് ഭരണകൂടമാണ്. ആ ഭരണകൂടം കേസ് തോൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഹൈക്കോടതി പോകുന്ന പറയുന്നത് ഏറ്റവും വലിയ ഹിപ്പോക്രസിയാണ്, ഏറ്റവും വലിയ ഇരട്ടത്താപ്പാണ്. കേസ് തോൽപ്പിച്ച പിന്നെ ഭരണകൂടമാണ് മറുപടി പറയേണ്ടത് എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷം പറയേണ്ടത്. അത് പക്ഷെ പറയുന്നില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ ഗതികേട്. അപ്പൊ ഇനി വിധിന്യായം പുറത്തു വരുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണ്. ഇനി ഇത് ഉപരികോടതികളിലേക്ക് പോയാൽ എത്രത്തോളം അത് സ്വീകാര്യമാകും എന്നുള്ളതൊക്കെ വിധിന്യായം വന്നതിന് ശേഷം മാത്രമാണ് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അത് സാധിക്കുകയുള്ളൂ. ഇപ്പൊ ദൃശ്യമാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വൃത്തികേടും നിയമവിരുദ്ധതയും എന്ന് പറയുന്നത് വിധിന്യായം പുറത്തു വരിക പോലും ചെയ്യുന്നതിന് മുമ്പ് ഈ വിധിന്യായത്തെയും വിധി പ്രഖ്യാപിച്ച ജഡ്ജിയെയും ചീത്ത വിളിക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും നിയമവിരുദ്ധവുമാണ്. നിങ്ങൾ ജഡ്ജ്മെന്റ് വന്നു കഴിഞ്ഞാൽ ജഡ്ജ്മെന്റ് വെച്ചിട്ട് ഇന്നാണ് തെറ്റാണെന്നും പറഞ്ഞിട്ട് ചെയ്യാം. ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷെ വിധിന്യായം പുറത്തു വരിക പോലും ചെയ്യുന്നതിന് മുമ്പ് ഈ ക്ലിഷേ ആർഗ്യുമെന്റ് വെച്ചിട്ട് അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വ്യൂവർഷിപ്പ് കൂടുന്നൊക്കെ പറഞ്ഞ് കുറയാണ് ചെയ്യുന്നത്. കൂടുന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ഈ വൃത്തികേടുണ്ടല്ലോ, ഇത് ഭയങ്കര നിയമവിരുദ്ധമാണ്. കാരണം വിധിയിൽ എന്താ നമുക്ക് പറയുന്നത് നമുക്ക് അറിയത്ത് പോലുമില്ല. വിധി 12-ാം തീയതി പുറത്തു വരുള്ളൂ. അപ്പൊ ആ നിയമവിരുദ്ധതയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അതെ. ഇനിയിപ്പോ വിധിന്യായം പുറത്തു വന്നു കഴിയുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരിക്കൽ കൂടി ചർച്ചയ്ക്കിരിക്കാം. ആയിക്കോട്ടെ, ശരി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.